ഇനി ഖത്തറിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണം സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. രാജ്യാന്തര തലത്തിൽ നയതന്ത്ര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ഇന്നലത്തെ നടപടി. 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ഗൾഫ് നാടുകളിലേക്കുള്ള ആക്രമണം ഒരു രീതിയിൽ ഒരു അനുഗ്രഹമായി മാറാനും സാധ്യതയുണ്ട്. ഗൾഫിലെ അഭിപ്രായ വ്യത്യാസമുള്ള രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ വന്ന് അമേരിക്ക, ഇസ്രയേൽ എന്നീ സംഘശക്തികളെ എതിർക്കാൻ ഉള്ള സാധ്യതയും തെളിയുന്നു. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇസ്രായേൽ ഖത്തറിലെ ദോഹയിൽ നടത്തിയ ഈ ആക്രമണം അത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. പല രാജ്യങ്ങളും ശക്തമായ ഭാഷയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക കരുതലോടുകൂടിയാണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്. നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം ഖത്തറിനെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഖത്തർ പറയുന്നത് അത്തരമൊരു അറിയിപ്പ് നേരത്തെ ഉണ്ടായില്ല എന്നാണ്. ഈ ആക്രമണത്തിന് ശേഷമാണ്, സൈറൺ മുഴങ്ങിയതിനു ശേഷമാണ്, സ്ഫോടന ശബ്ദത്തിന് ശേഷമാണ് ഈ വിവരം കൈമാറിയത് എന്ന കാര്യം ഖത്തർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സമാധാന ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ അത് പലവട്ടം ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ ആ സമാധാന ശ്രമങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായേക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ. ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തി എന്നത് മാത്രമല്ല, അത് ഹമാസിൻ്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം. അത് മറ്റൊരു രാജ്യത്താണ് ആക്രമണം നടത്തിയത്, ഗൾഫ് രാജ്യത്താണ് ആക്രമണം നടത്തിയത്. അത് UN ഉടമ്പടിയുടെയും രാജ്യാന്തര തലത്തിലുള്ള ഉടമ്പടി, രാജ്യത്തിൻ്റെ അതിർത്തികൾ മാനിക്കുക എന്നത് സംബന്ധിച്ച ഉടമ്പടി, അതിൻ്റെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. ഖത്തറിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് അവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ ഖത്തറിനൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ അത് നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളൊക്കെ വിലയിരുത്തിയാകും ഇന്ത്യ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇനി കൂടുതൽ പ്രതികരണം വേണമെങ്കിൽ ആദ്യ പ്രതികരണം സംയമനം പാലിക്കണം എന്നതായിരുന്നു. അതിനുശേഷം ഇനി എന്തെങ്കിലും പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെങ്കിൽ അക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിയാകും ഇന്ത്യ ഇനി പ്രതികരിക്കുക. കാരണം ഒരു വശത്ത് ഇസ്രായേലാണ് ഇന്ത്യയെ സംബന്ധിച്ച് വിവിധ കാര്യങ്ങളിൽ, അത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ഇന്ത്യ ഈ ഇസ്രായേലുമായി സഹകരണമുണ്ട്. അതേസമയം ഖത്തറുമായി അതിനേക്കാൾ പ്രധാനപ്പെട്ട സഹകരണം ഇന്ത്യ നിലനിർത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ രാജ്യവുമായുള്ള ബന്ധം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത പ്രകൃതിവാതകം അതിൻ്റെ മൂന്നിലൊന്നും വരുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിൻ്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 26 ലക്ഷമാണ്. അതിൽ 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അതായത് ഇന്ത്യക്കാർ ഖത്തറിൽ വളരെ നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ വിവിധ മേഖലകളിൽ, അത് ചികിത്സാ മേഖലകൾ മുതൽ ആരോഗ്യ മേഖലകൾ മുതൽ നിർമ്മാണ മേഖലകൾ വരെ ഇന്ത്യൻ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഖത്തറുമായി ഇന്ത്യക്ക് വളരെ വലിയ ബന്ധമാണുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യയുടെ തുടർന്നുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ഖത്തർ അഭയം കൊടുക്കുന്നു എന്ന വിമർശനം പലരും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അമേരിക്കയിലെ ഖത്തർ സ്ഥാനപതി ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിച്ചിരുന്നു. ആ നിലപാട് ഇതായിരുന്നു, അതായത് അമേരിക്ക ആവശ്യപ്പെട്ടത് പ്രകാരമാണ് 2012 മുതൽ അവിടെ ഹമാസിൻ്റെ നേതാക്കൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്നതാണ്. അത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ചർച്ച നടത്താൻ, രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതിനൊരു കേന്ദ്രം വേണം. ആ കേന്ദ്രം എന്ന നിലയിൽ, അത് അനൗദ്യോഗിക ചർച്ചകൾ, അതിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് അവിടെ ഖത്തർ കേന്ദ്രമാക്കി ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്ന കാര്യം പറഞ്ഞത്. ഖത്തറും അമേരിക്കയും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. ഖത്തറിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഉദൈദ് സൈനിക താവളമുള്ളത്. 2013 താലിബാൻ്റെ രാഷ്ട്രീയ കേന്ദ്രവും ദോഹയായിരുന്നു. ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിക്കാൻ ഇത്തരം സ്ഥലം ഖത്തറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ നിലയിലുള്ള ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റിയിരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഈ സംഭവം ഗൾഫ് മേഖലയിലടക്കം രാജ്യാന്തര തലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തുടർ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.